ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ചലഞ്ചർ ആപ്പ്. ഞാൻ രാജേശ്വരി വിനോദ്. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് മോർണിംഗ് ചലഞ്ചിന്റെ മറ്റൊരു ഭാഗമാണ്. ക്ലാസ്സിലേക്ക് കടക്കാം. ഏതൊക്കെ ക്വസ്റ്റ്യൻ ആണുള്ളതെന്ന് നോക്കാം. സംവേദനത്തിന് പ്രാധാന്യം നൽകുന്ന മനഃശാസ്ത്ര വിഭാഗം ഏതാണ്? സംവേദനത്തിന് പ്രാധാന്യം നൽകുന്ന, പഠിച്ചു വെക്കണം, സംവേദനം. എന്താണ് മക്കളെ സംവേദനം എന്ന് പറയുന്നത്? ഇന്ദ്രിയങ്ങളിലൂടെ നമ്മൾ സ്വീകരിക്കുന്ന അറിവിനെയാണ് സംവേദനം എന്ന് പറയുന്നത്. അതായത് ഇന്ദ്രിയങ്ങളായ നാക്ക്, മൂക്ക്, ത്വക്ക്, കണ്ണ്, ചെവി, ഇങ്ങനെ ഇന്ദ്രിയങ്ങളിലൂടെ നമ്മൾ സ്വീകരിക്കുന്ന അറിവിനെയാണ് സംവേദനം, സെൻസേഷൻ എന്ന് പറയുന്നത്. ഇങ്ങനെ സംവേദനം ചെയ്യപ്പെട്ട സംഗതികൾ നമ്മൾ എന്ത് ചെയ്യും? നമ്മുടെ മനസ്സിൽ കൊണ്ടുവന്ന് ഇരുത്തുകയാണ്. അതിനൊരു മീനിങ് കൊടുക്കുകയാണെങ്കിൽ അതിനെ പ്രത്യക്ഷണം അഥവാ പെർസെപ്ഷൻ, അത് സെക്കൻഡ് സ്റ്റേജ് ആണ്. ഇത് ആദ്യത്തെ സ്റ്റേജാണ്. അതായത് ഇന്ദ്രിയങ്ങളിലൂടെ നേടുന്ന അറിവ് എന്ന് പറയുമ്പോൾ ആദ്യത്തേതാണ്. അതിനെ സംവേദനം എന്നാണ് വിളിക്കുക. ഈ സംവേദനത്തിന് പ്രാധാന്യം നൽകുന്ന മനഃശാസ്ത്ര വിഭാഗമാണ് ഘടനാവാദം അഥവാ സ്ട്രക്ചറലിസം എന്ന് പറയുന്നത്. ഘടനാവാദം അഥവാ സ്ട്രക്ചറലിസം എന്നാണ് വിളിക്കുക. ഇനി രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ഇതാണ്. വിദ്യാഭ്യാസ മനഃശാസ്ത്രം ഒരു ഡാഷ് മനഃശാസ്ത്ര ശാഖയാണ്. വിദ്യാഭ്യാസ മനഃശാസ്ത്രം എന്ന് പറയുന്നത് ഒരു ഡാഷ് മനഃശാസ്ത്ര ശാഖയാണ്. പ്രധാനമായിട്ടും രണ്ട് മനഃശാസ്ത്ര ശാഖകളാണുള്ളത്. ഒന്ന് സാമാന്യ മനഃശാസ്ത്രം, ഒന്ന് സാമാന്യ മനഃശാസ്ത്രം പ്യുവർ സൈക്കോളജി, രണ്ട് പ്രയുക്ത മനഃശാസ്ത്രവും. ഓക്കെ, അപ്പൊ അങ്ങനെ രണ്ട് മനഃശാസ്ത്ര വിഭാഗമാണുള്ളത്. ഇതിൽ ഏത് വിഭാഗത്തിലാണ് വിദ്യാഭ്യാസ, കഴിഞ്ഞ മോർണിംഗ് ചലഞ്ചിൽ ഞാനിത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ ഏത് വിഭാഗത്തിലാണ് വിദ്യാഭ്യാസ മനഃശാസ്ത്രം പെടുന്നത് എന്ന് ചോദിച്ചാൽ എന്ത് പറയാം? പ്രയുക്ത മനഃശാസ്ത്രമാണെന്ന് പറയാം. പ്രയുക്ത മനഃശാസ്ത്രം. കാരണം എന്താ? പ്രയുക്ത മനഃശാസ്ത്രം എന്ന് വച്ചാൽ അതിന്റെ അർത്ഥം അപ്ലൈഡ് സൈക്കോളജി എന്നാണ്. പ്രയുക്ത മനഃശാസ്ത്രം എന്ന് വച്ചാൽ അതിന്റെ അർത്ഥം അപ്ലൈഡ് സൈക്കോളജി എന്നാണ്. അപ്പൊ ഈ പ്രയുക്ത മനഃശാസ്ത്രം എന്ന് പറയുന്നത് എന്തുകൊണ്ടാണ്? നമ്മുടെ ക്ലാസ് മുറിയിൽ നമ്മൾ ഇപ്പൊ ആക്ഷൻ റിസർച്ച്, ഞാനൊരു അധ്യാപകൻ അല്ലെങ്കിൽ ഈ ആക്ഷൻ റിസർച്ചിനെ കുറിച്ച് എനിക്ക് അറിയില്ല, അല്ലെ? അപ്പൊ ഈ ആക്ഷൻ റിസർച്ച് ഞാൻ പഠിച്ച് ഞാൻ ഉപയോഗപ്രദമാക്കുകയാണ് എൻ്റെ ക്ലാസ് മുറിയിൽ. എൻ്റെ ക്ലാസ് മുറിയിൽ അത് ഉപയോഗപ്രദമാക്കുന്നത് കൊണ്ട് അതിനെ എന്തെന്ന് വിളിക്കാം? പ്രയുക്തം, അപ്ലൈ ചെയ്യുന്നതാണ് എന്ന് വിളിക്കാം. അതുപോലെ തന്നെയാണ് മിലിറ്ററി സൈക്കോളജി, ക്രിമിനൽ സൈക്കോളജി, ക്ലിനിക്കൽ സൈക്കോളജി, ഇൻഡസ്ട്രിയൽ സൈക്കോളജി, ലീഗൽ സൈക്കോളജി. ഇതൊക്കെ പ്രയുക്ത മനഃശാസ്ത്ര ശാഖകളാണ്. കാരണം ഉപയോഗിക്കുന്നതിൻ്റെ അടിസ്ഥാനത്തിൽ, ഉപയോഗിക്കുന്നത് കൊണ്ട് അതിനെ എന്തെന്ന് വിളിക്കാൻ പറ്റും? പ്രയുക്ത മനഃശാസ്ത്രം, അപ്ലൈഡ് സൈക്കോളജി എന്ന് വിളിക്കാനായിട്ട് സാധിക്കും. ഓക്കെ ആണെന്ന് വിചാരിക്കുന്നു. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവുകയാണ്. അന്തർദൃഷ്ടി സിദ്ധാന്തം, പ്രശ്ന പരിഹാര മാർഗങ്ങൾ എന്നിവ ഏത് മനഃശാസ്ത്ര ചിന്താധാരയുടെ സംഭാവനയാണ്? അന്തർദൃഷ്ടി സിദ്ധാന്തം, പ്രശ്ന പരിഹാര മാർഗങ്ങൾ എന്നിവ ഏത് മനഃശാസ്ത്ര ചിന്താധാരയുടെ സംഭാവനയാണ്? അന്തർദൃഷ്ടി സിദ്ധാന്തം, പ്രശ്ന പരിഹാര മാർഗങ്ങൾ എന്നിവ ഏതു മനഃശാസ്ത്ര ചിന്താധാരയുടെ സംഭാവനകളാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ അന്തർദൃഷ്ടി ആരുടെ സംഭാവനയാ? സമഗ്രതാവാദികളുടെ. അവരുടെ തന്നെ മറ്റൊരു സംഭാവനയാണ് പ്രശ്ന പരിഹാര മാർഗങ്ങൾ. സമഗ്രതാവാദത്തിന്റെ സംഭാവനയാണ് അന്തർദൃഷ്ടി സിദ്ധാന്തവും പ്രശ്ന പരിഹാര മാർഗങ്ങളും. കാരണം എന്താ? ഇതിനകത്തൊരെണ്ണമുണ്ട്. എന്താ? സമഗ്രതയിലൂന്നിയ പഠനം ഫലപ്രദമാകുന്നത് എപ്പോൾ? ഇതൊരു പ്രീവിയസ്, അത് ഞാൻ തന്നിട്ടുണ്ടോ എന്ന് എനിക്ക് അറിയത്തില്ല. എന്തായാലും അവിടെ എഴുതി വെച്ചോ. സമഗ്രതയിലൂന്നിയ പഠനം ഫലപ്രദമാകുന്നത് എപ്പോൾ? ഓക്കെ, സമഗ്രതയിലൂന്നിയ പഠനം ഫലപ്രദമാകുന്നത് എപ്പോൾ? ഒരു ക്വസ്റ്റ്യൻ ആണ്. പ്രശ്ന പരിഹരണത്തിലൂടെ. ഉത്തരം പ്രശ്ന പരിഹരണത്തിലൂടെ എന്നാണ്. പ്രശ്ന പരിഹരണത്തിലൂടെ എന്നുള്ളതാണ് ഉത്തരം. ഓക്കെ, അപ്പൊ ഇവിടെ പഠിച്ചു വെക്കേണ്ട അന്തർദൃഷ്ടി സിദ്ധാന്തം സമഗ്രതാവാദികളുടെ സംഭാവനയാണ്. പ്രശ്ന പരിഹാര മാർഗങ്ങൾ ആരുടെ സംഭാവനയാണ്?
അതും ഇവരുടെ തന്നെ സമഗ്രതാവാദത്തിൽ ഊന്നിയ പഠനം പ്രശ്ന പരിഹരണത്തിലൂടെയാണ് പൂർണ്ണമാകുന്നത്. അപ്പൊ പ്രശ്നപരിഹാര മാർഗങ്ങളാണെങ്കിലും അന്തർദൃഷ്ടി പഠനമാണെങ്കിലും സമഗ്രതാവാദികളുടെ സംഭാവനയാണ് എന്ന് പഠിച്ചു വയ്ക്കുക. അറിവ് ഒരു വ്യക്തി എങ്ങനെയാണ് ഉൾക്കൊള്ളുന്നതെന്നും എങ്ങനെയാണ് അവയെ വിശകലനം ചെയ്ത് സാംശീകരിക്കുന്നത് എന്നുമുള്ള പഠനമാണ് വൈജ്ഞാനിക സമീപനം. നമ്മൾ കഴിഞ്ഞ ക്വസ്റ്റ്യൻ പേപ്പറിൽ കണ്ടിട്ടുണ്ടായിരുന്നു വൈജ്ഞാനിക സമീപനം. കൊഗ്നീഷ്യൻ എന്ന പദം അറിവ് പാകപ്പെടുത്തുക എന്നുള്ളതാണ് അർത്ഥം എന്നൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു. അറിവ് ഒരു വ്യക്തി എങ്ങനെയാണ് ഉൾക്കൊള്ളുന്നത്, എങ്ങനെയാണ് അവയെ വിശകലനം ചെയ്ത് സാംശീകരിക്കുന്നത് എന്നുള്ള പഠനത്തിനെയാണ് വൈജ്ഞാനിക സമീപനം എന്ന് പറയുന്നത്. കൊഗ്നിറ്റീവ് അപ്രോച്ച് എന്ന് പറയുക. അറിവ് എങ്ങനെയാണ് സ്വീകരിക്കുന്നത്, എങ്ങനെയാണ് അതുള്ളിൽ സാംശീകരിക്കുന്നത്, എങ്ങനെയാണ് അത് പ്രയോഗിക്കുന്നത് എന്നതിനെ കുറിച്ചുള്ള പഠനമാണ് വൈജ്ഞാനിക സമീപനം എന്ന് പറയുന്നത്. ഓക്കെ, ഒരു വ്യക്തി അറിവ് സ്വീകരിക്കുന്നത് നമ്മുടെ വൈജ്ഞാനിക പ്രക്രിയയാണ്. ഈ വൈജ്ഞാനിക പ്രക്രിയയിലേക്ക് ഒരു പുതിയ അറിവിനെ കൊണ്ട് വയ്ക്കുക, ഈ അറിവിനെ നമ്മൾ ഇവിടെ സ്വീകരിക്കുക, ഇത് വേണ്ടപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, ഉപയോഗിക്കുക. ആ പ്രക്രിയയാണ് വൈജ്ഞാനിക സമീപനം എന്ന് പറയുന്നത്. പഠിച്ചു വെക്കണേ. അടുത്തത് ബോധം, ഉപബോധം, അബോധം എന്നീ 3 മണ്ഡലങ്ങളിലുള്ള സങ്കീർണ പ്രതിഭാസമാണ് മനസ്സ് എന്ന് പ്രസ്താവിച്ചത് ആരാണ്? കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. ബോധം, ഉപബോധം, അബോധം എന്നീ 3 മേഖലകളെ കുറിച്ച് പറഞ്ഞത് ആരാണ്? സിഗ്മണ്ട് ഫ്രോയിഡ്. മനോവിശ്ലേഷണ സമീപനത്തിന്റെ വക്താവായ സിഗ്മണ്ട് ഫ്രോയിഡ് ആണ്. അപ്പൊ ഉത്തരം എന്ത് വരാം? സിഗ്മണ്ട് ഫ്രോയിഡ് എന്ന് വരാം. സിഗ്മണ്ട് ഫ്രോയിഡ്, ഡോക്ടർ സിഗ്മണ്ട് ഫ്രോയിഡ് ആണ് ബോധം, ഉപബോധം, അബോധം എന്നീ 3 മണ്ഡലങ്ങളിലുള്ള സങ്കീർണ പ്രതിഭാസമാണ് മനസ്സെന്ന് പ്രസ്താവിച്ചത്. ഇനി സമഗ്ര രൂപം, സാകല്യ രൂപം എന്നർത്ഥം വരുന്ന മനഃശാസ്ത്ര ചിന്താധാരയാണ് ഡാഷ്. സമഗ്ര രൂപം എന്നാൽ പൂർണ്ണരൂപം, പൂർണ്ണരൂപം. സമഗ്ര രൂപം, സാകല്യ രൂപം എന്നർത്ഥം വരുന്ന മനഃശാസ്ത്ര ചിന്താധാരയാണ് സമഗ്രതാവാദം അഥവാ ജസ്റ്റാൾട്ടിസം. സമഗ്രതാവാദം അഥവാ ജസ്റ്റാൾട്ട് തിയറി. ജസ്റ്റാൾട്ട് തിയറി. ഓക്കെ, സമഗ്ര രൂപം, സാകല്യ രൂപം എന്നർത്ഥം വരുന്ന മനഃശാസ്ത്ര ചിന്താധാരയാണ് സമഗ്രതാവാദം അഥവാ ജസ്റ്റാൾട്ട് തിയറി എന്ന് പറയുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, നിരീക്ഷിക്കാവുന്നതും അളക്കാവുന്നതുമായ പ്രതിഭാസങ്ങളാണ് പഠിക്കേണ്ടത്. ഏത് ചിന്താധാരയുടെ ഭാഗമാണ് ഈ പ്രസ്താവന? നിരീക്ഷിക്കാവുന്നതും അളക്കാവുന്നതുമായ പ്രതിഭാസങ്ങളെ ഒവേർട്ട് ബിഹേവിയർ, ഒവേർട്ട് ബിഹേവിയർ എന്നാണ് പറയുന്നത് അല്ലെ. അപ്പോ ഈ ഒവേർട്ട് ബിഹേവിയറിനെ കുറിച്ചുള്ള പഠനം എന്താ? വ്യവഹാരവാദം, ബിഹേവിയറിസം ആണ് വ്യവഹാരവാദം. നിരീക്ഷിക്കാവുന്നതും അളക്കാവുന്നതുമായ പ്രതിഭാസങ്ങളാണ് പഠിക്കേണ്ടത് എന്ന് പ്രസ്താവിക്കുന്ന മനഃശാസ്ത്ര ചിന്താധാരയാണ് വ്യവഹാരവാദം എന്ന് പഠിച്ചു വയ്ക്കുക. ഇമ്പോർട്ടൻ്റ് ആണ്. അടുത്ത ക്വസ്റ്റ്യൻ, ഓർമ്മിക്കൽ, യുക്തിചിന്ത, അപഗ്രഥനാത്മക ചിന്ത, പ്രശ്നപരിഹരണ ചിന്ത, ശ്രദ്ധ എന്നീ മാനസിക പ്രക്രിയകൾക്ക് ഊന്നൽ നൽകുന്ന ചിന്താധാര ഏത്? ഏതൊക്കെയാണ്? ഓർമ്മിക്കൽ, യുക്തിചിന്ത, അപഗ്രഥനാത്മക ചിന്ത, പ്രശ്നപരിഹരണ ചിന്ത, ശ്രദ്ധ എന്നീ മാനസിക പ്രക്രിയകൾക്ക് ഊന്നൽ നൽകുന്ന ചിന്താധാരയാണ് ഡാഷ്. ഏതാണ്? വൈജ്ഞാനികവാദം എന്ന് പറയാം. വൈജ്ഞാനികവാദം. ഓർമ്മിക്കൽ, യുക്തിചിന്ത, അപഗ്രഥനാത്മക ചിന്ത, പ്രശ്നപരിഹരണ ചിന്ത, ശ്രദ്ധ മാനസിക പ്രക്രിയ, അതായത് അറിവ് സ്വീകരിക്കുന്ന മാനസിക പ്രക്രിയ, അറിവിനെ സ്വാംശീകരിക്കുക, അത് പ്രയോഗിക്കുക, അതിനെല്ലാം ഈ മാനസിക കഴിവുകൾ ആവശ്യമാണ്. ശ്രദ്ധ വേണം, യുക്തിചിന്ത വേണം, അപഗ്രഥനാത്മക ചിന്ത വേണം, പിന്നെന്താ, ഓർമ്മിക്കൽ വേണം. ഈ കഴിവുകളെല്ലാം അറിവ് സ്വീകരിക്കാനും പ്രോസസ്സ് ചെയ്ത് വയ്ക്കാനും ആവശ്യമാണ്. അതിനെയാണ് വൈജ്ഞാനികവാദം എന്ന പദം കൊണ്ട് അർത്ഥമാക്കുന്നത്. അടുത്തത്, ഭൗതികവും ആത്മീയവുമായ ആഗ്രഹങ്ങളും ലക്ഷ്യങ്ങളുമുള്ള ഒരു സാമൂഹിക മാനുഷിക ജീവിയായി മനുഷ്യനെ കാണുന്ന സമീപനം. ഓക്കെ, ഭൗതികവും ആത്മീയവുമായ ആഗ്രഹങ്ങളും ലക്ഷ്യങ്ങളും, ബാക്കി എല്ലാ സമീപനങ്ങളും നമ്മുടെ മേൽ എന്താണ്? ഇങ്ങനെയാണ് എന്ന് അടിച്ചു വലിക്കുക. എന്നാൽ 21-ാം നൂറ്റാണ്ടിൽ രൂപം കൊണ്ട മാനവികതാവാദം, 21-ാം നൂറ്റാണ്ടിൽ രൂപം കൊണ്ട മാനവികതാവാദം എന്താ പറയുന്നത്? മനുഷ്യനെ തികച്ചും ഒരു ഭൗതികവും ആത്മീയവുമായ ചുറ്റുപാടുകളിൽ അതിൻ്റെ ആഗ്രഹങ്ങളും ലക്ഷ്യങ്ങളും ഒക്കെയുള്ള ഒരു സാമൂഹിക മാനുഷിക ജീവിയായി കാണുന്നു എന്നുള്ളതാണ്. ഭൗതികവും ആത്മീയവുമായ ആഗ്രഹങ്ങളും ലക്ഷ്യങ്ങളും ഒക്കെയുള്ള
ഒരു സാമൂഹിക മാനുഷിക ജീവിയായി മാനവികതാവാദമാണ് മനുഷ്യനെ കാണുന്നത്. പഠിച്ചു വെക്കുക. ലാസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവുകയാണ്. ബാല്യകാല അനുഭവങ്ങൾ ഭാവിയിൽ വ്യക്തിയുടെ സ്വഭാവ സവിശേഷതയെയും മാനസിക പ്രശ്നങ്ങളെയും സ്വാധീനിക്കുന്നു എന്ന വസ്തുതയിൽ അധിഷ്ഠിതമാണ് ഡാഷ്. അപ്പൊ ബാല്യകാലത്തിൽ നമുക്കുണ്ടാവുന്ന അനുഭവങ്ങൾ എന്താണോ ആ അനുഭവങ്ങളാണ് നമ്മുടെ വ്യക്തിത്വത്തെ നിർണയിക്കുന്നത്, നമ്മുടെ വ്യക്തിയുടെ സ്വഭാവ സവിശേഷതയെ നിർണയിക്കുന്നത് എന്ന് പറയുന്ന സമീപനമാണ് ഏത്? മനോവിശ്ലേഷണ സമീപനം. മനോവിശ്ലേഷണം എന്ന് പറയുന്നത്, അതായത് മാനസിക അപഗ്രഥനം എന്ന് നമുക്ക് പറയാം, അല്ലെങ്കിൽ മനോവിശ്ലേഷണം എന്ന് പറയാം. ബാല്യകാല അനുഭവങ്ങളാണ് വ്യക്തിയുടെ ഭാവിയിൽ വ്യക്തിയുടെ സ്വഭാവ സവിശേഷതകളെ നിർണയിക്കുന്നതെന്ന് പറയുന്ന സമീപനമാണ് മനോവിശ്ലേഷണം അഥവാ മാനസിക അപഗ്രഥനം. ഒരു ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു കഴിഞ്ഞ ക്ലാസ്സിൽ, മാനസിക അപഗ്രഥനത്തിന്റെ മറ്റൊരു പേര് മനോവിശ്ലേഷണമാണ്. ആരാണ് ഉപജ്ഞാതാവ്? സിഗ്മണ്ട് ഫ്രോയിഡ് ആണ്. സിഗ്മണ്ട് ഫ്രോയിഡ്. ഓക്കെ, പഠിച്ചു വയ്ക്കുക മക്കളെ. 10 ക്വസ്റ്റ്യൻ കഴിഞ്ഞിട്ടുണ്ട്. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 10 ക്വസ്റ്റ്യൻ ആണ്. പഠിച്ചു വയ്ക്കുക. മറ്റൊരു ക്ലാസ്സുമായി ഉടനെ കാണാം. താങ്ക് യു സോ മച്ച്.